കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലെ വാഹന പേജുകളിൽ നിറഞ്ഞാടുന്ന ഒരു വാർത്തയാണ് ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയ പുതിയ വാഹനം. പെരുമ്പാമ്പ് പച്ച അഥവാ പൈത്തൺ ഗ്രീൻ നിറത്തിലുള്ള ഈ വാഹനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പറയപ്പെടുന്നു. അതെന്തായാലും മലയാളത്തിന്റെ പ്രിയ നടൻ സ്വന്തമാക്കിയ ഈ വാഹനം ചില്ലറക്കാരനല്ല. ആ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ദ മോട്ടോർവേൾഡ് ഇന്ന് എത്തിക്കുന്നത്. വാഹനത്തിന്റെ സ്പെക്കിനായി കമ്പനിയെ ബന്ധപ്പെട്ടാൽ നമ്മുടെ ചാനലിനെ തിരിഞ്ഞുപോലും നോക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ലോകമെമ്പാടുമുള്ള സ്പോർട്സ് കാർ പ്രേമികളുടെ ഉറക്കം കെടുത്തുന്ന ബ്രാൻഡാണ് പോർഷെ. ആ പോർഷയുടെ തന്നെ കിടിലം വാഹനമാണ് 911 Carrera S. ഈ വാഹനം വാങ്ങാൻ ത്രാണിയുള്ള ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉള്ള വാഹനമാണിത്. 0 നിന്ന് 100 km/h വേഗത കൈവരിക്കാൻ വെറും 3.7 സെക്കൻഡ് മാത്രം ആവശ്യമുള്ള പോർഷെ Carrera 911 S ഒരു 6 സിലിണ്ടർ വാഹനമാണ്. 6500 RPM-ൽ 450 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിൻ 2300 മുതൽ 5000 RPM-ൽ 530 Nm ടോർക്ക് നൽകും. ഏറ്റവും ഉയർന്ന വേഗത 308 km/h. അതായത് ഒരു തടസ്സവുമില്ലാതെ കുഴികളും ബമ്പുമില്ലാതെ വീതിയുള്ള സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ മാത്രം വണ്ടി ഓടിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്നും ഷൊർണൂർ വരെ എത്താൻ 1 മണിക്കൂർ മാത്രം മതിയാകും. ഇനി മൈലേജിന്റെ കാര്യം, സിറ്റി റൈഡിൽ ഏകദേശം 7 km/ലിറ്ററും ഹൈവേകളിൽ ഏകദേശം 14 km/ലിറ്ററുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ, അലോയ്സ്, ഇന്റീരിയർ സീറ്റ് കളർ, സീറ്റ്, ലൈറ്റ്, ഇൻഫോർടൈൻമെന്റ് എന്നിങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഘടകങ്ങളും കസ്റ്റമൈസ് ചെയ്യാം. ഇനി വിലയുടെ കാര്യം, വില കസ്റ്റമൈസേഷൻ അനുസരിച്ച് മാറി മറിയുമെങ്കിലും ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയ മോഡലിന്റെ വില ഏകദേശം 1,90,00,000 രൂപയാണ്. എല്ലാവർക്കും സ്വന്തമാക്കാൻ കഴിയുന്ന വാഹനമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാഹനവുമല്ല. എങ്കിലും പോർഷെ വാഹനം ആഗ്രഹിക്കുന്ന ചുരുക്കം ചിലർക്കെങ്കിലും ഈ ജർമ്മൻ കരുത്തിനെ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.